ഇത് അഹാന. അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ചു നടക്കുന്നു. പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല. കാരണം +2 കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ്. 100% ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ BVOC or ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. ജോയിൻ നൗ മെഡിടെക് അക്കാദമി തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ലഹൻ മാങ്കടവത്തിന് നാടിന്റെ ആദരം. ജപ്പാൻ സയൻസ് ആൻഡ് ടെക്നോളജി ഹൊക്കൈഡോ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സക്കൂറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കി നാട്ടിൽ തിരിച്ചെത്തിയ വൈരങ്കോട് ലഹൻ മാങ്കടവത്തിന് നാടിന്റെ ആദരം. ജപ്പാനിലെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയെ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ നേരിട്ടറിഞ്ഞാണ് ലഹൻ മടങ്ങിയത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റഷീദ ടീച്ചർ ഉപഹാരം നൽകി. നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്തായാലും നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ്. നമുക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളും ഒരുക്കി കൊടുക്കണം. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും വലിയൊരു നന്ദി പറയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷം നമുക്ക് തരുന്ന കാര്യമാണ്. നമ്മളൊരു കൂട്ടത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള അംഗീകാരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഇങ്ങനെ എനിക്കൊരു മൊമെൻറ്റ് തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ എത്രത്തോളം ആൾക്കാർ ഇതിൽ പങ്കാളികളാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ എത്രത്തോളം ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ടല്ലോ, അവർ അംഗീകരിക്കപ്പെടുന്നതിൽ അവർ പങ്കാളികളാവുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഇതൊരു നാടിൻ്റെ കൂട്ടായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഈ രാവിലെ തന്നെ, അതും ഈ ഞായറാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വീട്ടുകളിൽ രാവിലെയും നമ്മളൊന്ന് ഫ്രീ ആയിരിക്കുന്ന സമയമാണല്ലോ. ആ ദിവസത്ത് പോലും എല്ലാവരും എനിക്ക് വേണ്ടി എന്നെ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഫക്രുദ്ദീൻ കൊട്ടാരത്ത് അധ്യക്ഷത വഹിച്ചു. MP ഹൈദരലി നദ്വി, AP മുസ്തഫ, EK ബക്കർ, MP ഹബീബ് റഹ്മാൻ, MP ഹക്കീം, M ഹാരിസ്, റൂബി വെട്ടൻ, M അൻവർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്.